ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പ്ലാന്റിൻ്റെ സെയിം സൈസ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡായിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 200 രൂപയുടെ പ്ലാൻസെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓർഡർ തന്ന 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസൊക്കെ അയച്ച് തരാൻ പറ്റുന്നത്. പിന്നെ അതായത് ബുക്കിംഗ് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് നേരെ പോകാം. പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കുക. അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് നേരെ പോകാം. വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ഇനിയും ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞൻ കോളാമ്പി പൂക്കൾ പോലെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഓറഞ്ച് ബാർലേറിയയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകളായിട്ടാണ് നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല വെയിലും നനവൊക്കെ വേണ്ട പ്ലാന്റാണ്. 60 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ വെൻലാൻഡി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്ക് നിലവിലെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 150 രൂപയാണ് കേട്ടോ. 150 റുപ്പീസിനാണ്. അപ്പോൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകളായിട്ടാണ് എല്ലാം തന്നെയുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത പ്ലാന്റ് നമുക്ക് നിക്കോഡിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ല പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന നിക്കോഡിയയുടെ ഈ വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അധികം നനവൊന്നും വേണ്ടാത്ത പ്ലാന്റാണ്. നല്ല വെയിലൊക്കെ വേണ്ട പ്ലാന്റാണ്. പൂക്കളുണ്ടായി കാണാൻ നല്ല ഭംഗിയാണ്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് 100 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്ലാന്റ് അക്കാലിഫ അല്ലെങ്കിൽ കോപ്പർ ലീഫ് പ്ലാന്റിൻ്റെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലോ, അതിൽ വരുന്ന ഈ ഒരു ഐറ്റം ഉണ്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളത്. 50 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്ലാന്റ് നമുക്ക് പേർഷ്യൻ ഷീൽഡ് പ്ലാന്റ് നാളെ ഒത്തിരി പേര് വാട്സപ്പിലൊക്കെ വന്ന് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 50 രൂപയാണ് കേട്ടോ. 50 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റാണ്. മീഡിയം ഇൻഡോർ പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് നമുക്ക് വാട്ടർ ജാസ്മിൻ്റെ, നല്ല നനവ് വേണ്ട വാട്ടർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ല വലുപ്പത്തിലുള്ള തൈകളാണ്. അപ്പോൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ചെറിയ അരി പോലത്തെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ ചെറിയ കട്ടിങ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. നല്ല വെയിലും നനവൊക്കെ വേണ്ട പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് നമുക്ക് ഓക്സാലിസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റാണ്. ഫയർ ഫേൺ എന്നുള്ള പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഫേണിൻ്റെ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ് അല്ല. അപ്പോൾ ഇതിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് റെയർ പ്ലാന്റാണ്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 150 രൂപയാണ്. അടുത്ത പ്ലാന്റ് ക്രാൻബെറി ഹിബിസ്കസിൻ്റെ, അതായത് ഒരു മെറൂൺ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഈ നല്ല ചോര നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ക്രാൻബെറി ഹിബിസ്കസിൻ്റെ തൈകൾ, ഈ വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 60 രൂപയാണ് കേട്ടോ. 60 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് റബ്ബർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള റബ്ബർ പ്ലാന്റിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ്. നമ്മൾ റബ്ബർ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 200 രൂപയാണ്. 200 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള തൈകളായിട്ട് തന്നെയാണ് എല്ലാം തന്നെയുള്ളത്. അടുത്തത് ബോക്സ് ലീഫ് ഉജീനിയ എന്നറിയപ്പെടുന്ന കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് നല്ല വെയിലൊക്കെ കിട്ടും തോറും ഇതിൻ്റെ കൂമ്പിലകൾക്ക് നല്ലൊരു പർപ്പിൾ കളറിലെ ഷെയ്ഡൊക്കെ വരുന്നതുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളത്. നല്ല വലുപ്പത്തിലുള്ള തൈകളാണ്. അപ്പോൾ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 80 രൂപയാണ് കേട്ടോ. 80 റുപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാൻസാണ് കാണിക്കുന്നത്. ദിവസവും നമ്മൾ സെയിൽസ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. മിനിമം പുതിയ 5 ഐറ്റം എങ്കിലും നമ്മൾ വെബ്സൈറ്റിലും കാറ്റലോഗിലൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയക്കുറവുകൊണ്ടാണ് പല വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റാതെ പോകുന്നത്. കാരണം ഒത്തിരി പാക്കറ്റ്സ് നമുക്ക് കയറ്റി അയക്കാനുണ്ട്, ഒത്തിരി ഓർഡേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.